കശ്മീർ വിഷയത്തിൽ മലേഷ്യയോ തുർക്കിയോ അമേരിക്കയോ മറ്റു ലോകരാഷ്ട്രങ്ങളോ അവരുടെ പ്രതികരണം അറിയിച്ചു കഴിഞ്ഞാൽ ആ പ്രതികരണം നമ്മൾ സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഓടി വരും സംഘമിത്രങ്ങൾ. ഉടൻ തന്നെ അവരൊരു കമൻറ്റ് നമുക്ക് നൽകും. കശ്മീർ അന്താരാഷ്ട്ര വിഷയമല്ല, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയമാണ്. അതിലിടപെടാൻ മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? ആ വിഷയം ഞങ്ങളുടെ അമിത്ഷാജിയും മോദിജിയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. ഇത് തന്നെയാണ് മോദിക്കും കൂട്ടർക്കുമുള്ള വാദം. മോദി കശ്മീർ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി വന്ന അമേരിക്കയോട് പറഞ്ഞത് എന്താണ്? കശ്മീർ ഞങ്ങളുടെ ആഭ്യന്തര വിഷയമാണ് എന്ന്. ഐക്യരാഷ്ട്രസഭ ഇടപെടാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ പറഞ്ഞത് എന്താണ്? കശ്മീർ ഞങ്ങളുടെ ആഭ്യന്തര വിഷയമാണ് എന്ന്. ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള അംഗങ്ങളെ എന്തിനാണ് ആഭ്യന്തര വിഷയമായിട്ടുള്ള കശ്മീരിലോട്ട് നിങ്ങൾ കൊണ്ടുവന്നത്? ആരെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ നിങ്ങൾ മുന്നിൽ നിർത്തിയത്? യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളെ കശ്മീരിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ കശ്മീർ ആഭ്യന്തര വിഷയം എന്നതിൽ നിന്നും അപ്പുറത്ത് അന്താരാഷ്ട്ര വിഷയമായി മാറുകയില്ലേ? ഈ ചോദ്യങ്ങൾക്ക് എന്തുത്തരമാണ് മോദിജിക്ക് നൽകാനുള്ളത്? ഈ ചോദ്യം വലിയ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ശിവസേന ശക്തമായ രീതിയിൽ BJPയെ എതിർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്ന ഇതെടുത്തു ചോദിക്കുന്നുണ്ട്. ആഭ്യന്തര വിഷയമായിട്ടുള്ള കശ്മീരിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നത്? അതെന്തിനാണ് അന്താരാഷ്ട്ര വിഷയമാക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ തുർക്കിയും മലേഷ്യയും അമേരിക്കയും ഇടപെട്ടത് ശരി എന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത്? എന്തുണ്ട് സംഘമിത്രങ്ങളെ ഇതിന് നിങ്ങൾക്ക് മറുപടി പറയാൻ? കശ്മീർ ആഭ്യന്തര വിഷയമാണെന്ന് പറഞ്ഞ കശ്മീരിലെ മുസ്ലിങ്ങളെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടാനുള്ള ഈ നീക്കം ചെറുത്തു തോൽപ്പിക്കേണ്ടത് തന്നെയാണ്. മോദിക്ക് സ്തുതി പാടാനുള്ള ആളുകളെ കൊണ്ടുവന്ന് കശ്മീരിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിക്ക് പറ്റിയ പരാജയം അവർ മറന്നുപോയി. ആഭ്യന്തര വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടൽ നടക്കുമ്പോൾ അത് അന്താരാഷ്ട്ര വിഷയമായി മാറുമെന്ന കാര്യം നരേന്ദ്രമോദിക്കും കൂട്ടർക്കും അറിയാതെ പോയോ? ഇനി അറിഞ്ഞിട്ടും മുഖം രക്ഷിക്കാനുള്ള ഒരു തണുപ്പൻ പ്രതികരണമാണോ ഇത് എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.